നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിങ്ങോട്ടുകരയിൽ കോഴിക്കടയുടെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ ഉമ്മയെയും മകനെയും പോലീസ് പിടികൂടി. കയ്പമംഗലം അറവുശാലയിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ഇലക്ട്രിസിറ്റി പോസ്റ്റുകളും ട്രാൻസ്ഫോമറുകളും ഇടിച്ചു തകർത്തു. കണ്ടച്ചങ്കടവ് വെണ്ണയ്ക്കൽ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ മോഷണ ശ്രമം. വാർത്തകൾ വിശദമായി. പെരിങ്ങോട്ടുകരയിൽ കോഴിക്കടയുടെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി വന്നിരുന്ന ഉമ്മയെയും മകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. താന്യം പള്ളിക്ക് വടക്കുഭാഗം താമസിക്കുന്ന തിരുവത്തുപറമ്പിൽ സക്കീന, മകൻ ഷമീർ എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് വീട് വളഞ്ഞ് പിടികൂടിയത്. ഇവരുടെ വീട്ടിൽ നിന്ന് 2 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 1665 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. പെരിങ്ങോട്ടുകര മൂന്നുംകൂടിയ സെന്ററിന്റെ വടക്ക് ഭാഗത്താണ് കോഴിക്കട നടത്തിവരുന്നത്. കോഴി വിൽപ്പനയേക്കാൾ കൂടുതൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയാണ് തകൃതിയായി നടന്നു വന്നിരുന്നത്. വീട്ടിൽ ചാക്കുകളിലായി സൂക്ഷിച്ച് ആവശ്യത്തിന് കടയിൽ കൊണ്ടുവന്നായിരുന്നു വിൽപ്പന. പകലും രാത്രിയും വിൽപ്പന നടത്തിയിരുന്നു. രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച രാത്രി അന്തിക്കാട് പോലീസ് പാഞ്ഞെത്തി വീട് വളഞ്ഞാണ് പരിശോധന നടത്തിയത്. താന്യം ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വാർഷിക പദ്ധതി പ്രകാരം ഹെൽത്ത് ഗ്രാന്റ് ഉപയോഗിച്ച് പാലിയേറ്റീവ് രോഗികൾക്ക് ഓക്സിജൻ സിലിണ്ടറുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. താന്യം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ് അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, തൃപ്പയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ജയ്ജൻ, പാലിയേറ്റീവ് നഴ്സ് രാഗി PS എന്നിവർ സംസാരിച്ചു. 16 പേര് കിടപ്പിലായി ഓക്സിജൻ കോൺസെൻട്രേറ്റർ വേണ്ട ആളുകളാണ്. അവർക്ക് മാറി മാറി ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മളിന്നിവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ 3 എണ്ണത്തിന് 27,000 രൂപ, 1 എണ്ണത്തിന് 9,000 രൂപയോളം ഫണ്ട് വെച്ചുകൊണ്ട് ഒരു 3 എണ്ണമാണ് ഇന്ന് നമ്മൾ രോഗികൾക്ക് കൊടുക്കാനായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ പാലിയേറ്റീവ് രോഗികൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എല്ലാ വർഷവും വലിയൊരു സംഖ്യ തന്നെ നീക്കി വയ്ക്കാറുള്ളതാണ്. ഹോം കെയർ ആയാലും അതുപോലെ തന്നെ എയർ ബെഡ്, വാട്ടർ ബെഡ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും രോഗികൾക്ക് വേണ്ട മരുന്നുകളും എല്ലാ വർഷവും നമ്മൾ മാറ്റി വയ്ക്കാറുള്ള നല്ലൊരു സഹകരണത്തോടു കൂടി ഹോം കെയറിന് പോയി നഴ്സുമാരും ഡോക്ടർമാരൊക്കെ ആയിട്ടുള്ള ഒരു ആശകളൊക്കെ കൂടിയിട്ടുള്ള ഒരു ഹോം കെയർ നമ്മുടെ എല്ലാ മാസവും വീടുകളിൽ പോയി ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ലൊരു പ്രവർത്തനം തന്നെയാണ് ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയപാത 66 കയ്പമംഗലം അറവുശാലയിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ഇലക്ട്രിസിറ്റി പോസ്റ്റുകളും ട്രാൻസ്ഫോമറുകളും ഇടിച്ചു തകർത്തു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബുധനാഴ്ച പുലർച്ചെ 5:30 അപകടം. കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് 2 പോസ്റ്റിലും ട്രാൻസ്ഫോമറിലും സ്ഥാപിച്ചിട്ടുള്ള പോസ്റ്റുകളിലും ഇടിച്ച ശേഷം മുന്നോട്ട് നീങ്ങി മറ്റൊരു പോസ്റ്റിലും ഇടിച്ചാണ് നിന്നത്. കൊല്ലം തെന്മല സ്വദേശി വിനോദും ബന്ധുവുമാണ് കാറിലുണ്ടായിരുന്നത്. അപകടത്തെ തുടർന്ന് അറവുശാലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട്. KCB അധികൃതർ അറ്റകുറ്റപ്പണികൾ നടത്തി. വിദ്യാർത്ഥികളെ ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക, ലഹരി ഉപഭോഗത്തിൽ നിന്നും ദൂരത്തിലാക്കുക എന്നീ ഉദ്ദേശത്തോടെ തൃത്തല്ലൂർ കമലാ നെഹ്റു മെമ്മോറിയൽ സ്കൂളിലെ സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ എന്നിവയുടെ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ 20 ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ 12 മുതൽ 16 വയസ്സ് വരെ പ്രായമുള്ള 60-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ക്യാമ്പിൻ്റെ സമാപനത്തിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ക്യാമ്പിൻ്റെ മുഖ്യ പരിശീലകൻ വിഷ്ണു, സഹപരിശീലകൻ ശബരി എന്നിവരെ ആദരിച്ചു. പ്രിൻസിപ്പൽ KR കല, NK സുരേഷ് കുമാർ, VD സന്ദീപ്, VG രാഗി, ശ്രീകുമാർ, കായിക അധ്യാപകൻ മെറിൻ C ചിന്നൻ എന്നിവർ സംസാരിച്ചു. സന്തോഷ് ട്രോഫി കേരള ടീം മുൻ ക്യാപ്റ്റൻ രാഹുൽ V രാജ്, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽകുമാർ, PTA പ്രസിഡന്റ് ഷബീർ അലി എന്നിവർ വിവിധ ദിനങ്ങളിൽ ക്യാമ്പ് സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഡാൻസ് ക്ലാസ്സിൽ ചേർന്നു, പാട്ട് ക്ലാസ്സിൽ ചേർന്നു, അതുപോലെ തന്നെ ഫുട്ബോൾ, അതുപോലെ കായികമായിട്ടുള്ള പരിശീലനങ്ങളിലേക്ക് ചേർന്നു. ഇതെല്ലാം നല്ലതാണ്. എനിക്ക്
വളർന്നു വരുന്ന എൻ്റെ പൊന്നു മക്കളോട് പറയാനുള്ളത്, നമ്മൾ ഇതൊരു ലഹരിയായിട്ടെടുക്കുക. എന്ത് കായികമായിട്ട് നമുക്ക് സാധിക്കാവുന്നത് എന്ത് കളികളായാലും, കലാപരമായിട്ടുള്ള കളികളായാലും മാത്രം നമ്മുടെ ലഹരിയായി തീരാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. മറ്റ് ലഹരികളിലേക്ക് ഇപ്പോഴത്തെ കാലഘട്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ 12 വയസ്സ് 10 വയസ്സൊന്നും ഒരു നോട്ടമല്ല, വീട്ടിലായാലും അതെ. അപ്പം നമുക്ക് മറ്റ് ലഹരികൾ വേണ്ട, ലഹള വേണ്ട, വഴക്ക് വേണ്ട, അല്ലേ? എല്ലാവരും ഒരുപോലെയാണല്ലോ. ഒരാൾ വീണാൽ നമ്മൾ ഓടിപ്പോയി എടുക്കും, അല്ലേ? അത് നമ്മുടെ സൗഹൃദമാണ്. CPI വാടാനപ്പള്ളി ലോക്കൽ സമ്മേളനത്തിന് മുന്നോടിയായി വാടാനപ്പള്ളി കടൽ തീരത്തെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CB സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി മെമ്പർ അഷ്റഫ് വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. ജുബുമോൻ, ബിന്ദു ചന്ദ്രൻ, രവീന്ദ്രൻ, സുദർശനൻ, സജീഷ് വാലപ്പറമ്പിൽ, അനിത് കുമാർ, നന്ദകുമാർ, വിഷ്ണു, KK പ്രേമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒന്ന് ചിത്രരചനാ മത്സരവും ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണ ക്ലാസ്സുമാണ് നടത്തിയത്. അത് തൃത്തല്ലൂരിൽ വെച്ച് കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. രണ്ടാമത്തെ അനുബന്ധ പരിപാടിയാണ് കടൽ തീരം ശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ കടപ്പുറം പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പാർട്ടി ഇങ്ങനെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, പഞ്ചായത്ത് ഈ പ്രദേശത്ത് മാലിന്യമുക്തമാക്കുന്നതിന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും കിഴക്കമ്പുറം തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകൾ ഇവിടെ വന്ന് കുത്തിരുന്ന് അവർക്ക് ആവശ്യമായ വെള്ളവും അതുപോലെ തന്നെ മറ്റു മിക്സർ പോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കഴിച്ച് അത് ഉപേക്ഷിച്ച് പോകുന്നതാണ്. നല്ല വിദ്യാസമ്പന്നരായ ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത്. സിവിൽ സർവീസ് പരീക്ഷയിൽ വാടാനപ്പള്ളി തൃത്തല്ലൂർ സ്വദേശി പ്രണവ് വി മാനങ്ങത്തിന് 800-ാം റാങ്ക്. മാനങ്ങത്ത് പുരുഷോത്തമൻ പുഷ്കല ദമ്പതിമാരുടെ മകനാണ് 34-കാരനായ പ്രണവ്. കഴിഞ്ഞ 2 തവണ മലയാളം ഓപ്ഷണൽ വിഷയമായി സ്വീകരിച്ച പ്രണവ് ഇത്തവണ തൻ്റെ ഇഷ്ടവിഷയമായ ഫിസിക്സാണ് തിരഞ്ഞെടുത്തത്. ഫോർച്യൂൺ IAS അക്കാദമിയിൽ അധ്യാപകനായ പ്രണവ് പഠിപ്പിക്കലും പഠിക്കലും ഒന്നിച്ചു കൊണ്ടുപോകുകയായിരുന്നു. പഠനത്തിന് കൂടുതൽ സമയം ലഭിച്ചില്ലെന്നും പ്രണവ് പറഞ്ഞു. ഇടവേള. ഈ അവധിക്കാലം ഉത്സവമാക്കാം ITDCയോടൊപ്പം. കേരള സർക്കാർ സ്ഥാപനമായ സീഡിറ്റ് അംഗീകൃത പഠന കേന്ദ്രമായ വലപ്പാട് ITDCയിൽ മൾട്ടിമീഡിയ, ആനിമേഷൻ, ഗ്രാഫിക്സ്, വെബ് ഡിസൈൻ തുടങ്ങിയ നിരവധി IT കോഴ്സുകൾ ഈ അവധിക്കാലത്ത് ആരംഭിച്ചിരിക്കുന്നു. കൂടാതെ 1 മുതൽ +2 വരെയുള്ള സ്റ്റേറ്റ് ആൻഡ് CBSE വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങളിലും ട്യൂഷൻ ITDCയിൽ നൽകുന്നുണ്ട്. പഠനത്തിൽ ഇത്തിരി പുറകിലാണെങ്കിലും പ്രശ്നമില്ല. മാത്സ്, സയൻസ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളും കൃത്യമായി ഉൾക്കൊള്ളാൻ ഞങ്ങളുടെ ക്ലാസുകൾ സഹായിക്കും. മ്യൂസിക്, ഡ്രോയിങ്, അബാക്കസ്, സ്പോക്കൺ ഇംഗ്ലീഷ്, പിന്നെ ഡാൻസ് ക്ലാസുകളും. പഠനം മാത്രമാക്കാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഞങ്ങൾ പ്രത്യേകം ഫോക്കസ് ചെയ്യുന്നു. കോഴ്സ് അവസാനം അടിപൊളിയൊരു ട്രിപ്പും കൂടെ ആവുമ്പോൾ കെങ്കേമോ. അപ്പോ വേഗം പോരെ, നമുക്ക് ഒരുമിച്ച് കളിച്ച് പഠിച്ച് പൊളിക്കാം. ITDCയിൽ ഉന്നത വിജയം ഡബിൾ ഗ്യാരണ്ടി. ജോയിൻ ചെയ്യാൻ ഇപ്പോൾ തന്നെ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്തോളൂ. അക്കിലോല പൂവൻ കുത്തി കണ്ണീലോല ക്ലിം അത്തിപ്പഴം കൊത്തിത്തുന്നു തത്തമ്മ. ഓ അപ്പൊ സി. എന്താണത്? ഇതൊരു എൻട്രൻസ് മോഡൽ എക്സാം അല്ലേ? ഇതൊന്നും അൾട്ടിമേറ്റ്ലി വർക്ക് ആവില്ലട്ടാ. ഞാനൊരു ടെക് പറയാം, ഇത് നോക്ക് നീ. Tom and Jerry, you don't worry, I will put you in the curry. ശല്യം ചെയ്യണ്ടിരിക്കോ? രണ്ടും കൂടെ എന്റെ കോൺസെൻട്രേഷൻ കളയോ? നോക്കട്ടെ നിന്റെ കോൺസെൻട്രേഷൻ. ഇതെന്തിട്ട് നോക്കിയപ്പോ ഉള്ള പാമ്പാ. എടാ, ഈ കറക്കിക്കുത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ട്യൂഷൻ പോണതിനൊപ്പം അക്കാഡമി സൺഡേ എൻട്രൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിയറിയും എൻട്രൻസും ഒന്നിച്ച് സെറ്റാക്കാം. പിന്നെ ലാസ്റ്റ് ഒരു ക്രാഷ് കോഴ്സ് കൂടെ ചെയ്താൽ സംഭവം സെറ്റ്. അർച്ചന സിൽക്സ് പ്രിപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. EMI, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ചെലവ് ചുരുക്കണം. ഇങ്ങനെ പോയാൽ ട്രൗസർ അടക്കം ഊരി പണയം വെക്കേണ്ട അവസ്ഥ കാണുന്നു. അതിന് നിങ്ങളുടെ ട്രൗസറൊക്കെ ആര് പണയത്തിനെടുക്കാനാ? അതെ, പണയം വെക്കേണ്ടത് ട്രൗസർ അല്ല, നമ്മുടെ അലമാരിയിൽ വെറുതെ ഇരിക്കുന്ന ഗോൾഡാ.
ആ കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? അതിന് പണയം വെക്കേണ്ടതേ വേണാട് ഫിനാൻസിലാണ്. മറ്റെവിടത്തേക്കാൾ കൂടുതൽ തുക അവർ ഗ്രാമീണം നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പണയം വെക്കുകയും ചെയ്യാം, ആവശ്യം കഴിഞ്ഞ് തിരിച്ചെടുക്കുകയും ചെയ്യാം. വെറുതെ നിങ്ങളുടെ തലക്ക് ടെൻഷൻ കൊടുക്കും വേണ്ട. വിശ്വസ്തയോടെ കൂടെ കൂട്ടാവുന്ന ഉത്തമ സഹായി വേണാട് ഫിനാൻസ് ഗ്രൂപ്പ്. ഫോൺ 9061548777. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. അതിഥി തൊഴിലാളികൾക്ക് സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് ആരോഗ്യവകുപ്പും കേരള സംസ്ഥാന ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും സംയുക്തമായി അതിഥി തൊഴിലാളികൾക്ക് സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ ആർച്ച കെ അനിൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ KS വിദുല, SL ദീപ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ TR മണിമേഖല, ജിജി ബി ജോസ്, ആശാ വർക്കർമാരായ സീമ ഗണേഷ്, PS ബീന, VR സുരഭി, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ചേറ്റുവ യൂണിറ്റ് പ്രസിഡന്റ് PM മക്സൂദ് എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലം കമ്പനിക്കടവ് കൂരിക്കുടി ദേശം ഭഗവതി ക്ഷേത്രത്തിൽ ദേശത്തമ്മയ്ക്ക് പൊങ്കാല സമർപ്പണം നടത്തി. ക്ഷേത്രം മേൽശാന്തി കലേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് KK ശേഖരൻ, ക്ഷേത്ര ഭാരവാഹികളായ KM വിജയൻ, PV പ്രതാപൻ, KK അഭിലാഷ്, KS സന്തോഷ്, KG സതീഷ്, KR രഘുനാഥൻ, സഹദേവൻ, ശേഖരൻ, PK കുട്ടൻ, KK പ്രതാപൻ, മാതൃസമിതി ഭാരവാഹികളായ പ്രീതി ഉത്തമൻ, ജിഷ ഉണ്ണികൃഷ്ണൻ, വാസന്തി നകുലൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി സ്ത്രീകൾ ദേവിക്ക് പൊങ്കാല സമർപ്പിച്ചു. ഗിരീഷ് കർണാട് അവാർഡ് കരസ്ഥമാക്കിയ നാടക, ചലച്ചിത്ര, സാംസ്കാരിക പ്രവർത്തകൻ രമണൻ തളിക്കുളത്തിനെ AITUC നാട്യ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. യൂണിയൻ സെക്രട്ടറി വസന്ത ദേവലാൽ പൊന്നാടയും മൊമൻറ്റോയും നൽകി ആദരിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് സദാനന്ദൻ കുണ്ടായി, ട്രഷറർ രതി രാംദാസ്, CPI നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗം അജിത നാരായണൻ, CPI തളിക്കുളം ലോക്കൽ കമ്മിറ്റി അംഗം സുഗിൽ ദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ടശങ്കടവ് വെണ്ണക്കൽ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ മോഷണ ശ്രമം. ചൊവ്വാഴ്ച രാത്രിയിലാണ് ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൻ്റെ പൂട്ടുപൊളിച്ച് മോഷണ ശ്രമം നടന്നത്. സർപ്പക്കാവിലും വടക്കുവാതുക്കൽ കർമ്മം നടത്തുന്ന കല്ലിലും കരിയോയിൽ ഒഴിച്ചതായും പറയുന്നു. ബുധനാഴ്ച രാവിലെ 5 മണിക്ക് വിളക്ക് വയ്ക്കാനായി ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് വിവരം അറിയുന്നത്. രാവിലെ 5 മണിക്ക് വിളക്ക് വയ്ക്കാൻ വന്നപ്പോൾ അവിടെ സർപ്പക്കാവിൽ മണ്ണെണ്ണ മണക്കുന്നത് അങ്ങനെ അത് വിളക്കത്തി ലൈറ്റൊക്കെ ഇട്ട് നോക്കിയപ്പോൾ അത് തൊട്ട് നോക്കിയപ്പോൾ കഴിയുമ്പോൾ കരി കണ്ടു. അത് മണപ്പിച്ച് നോക്കിയപ്പോൾ കരിവേലാണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് അപ്പുറത്ത് ബ്രഹ്മരക്ഷത്തിൻ്റെ അവിടെയും കാര്യമായിട്ട് ഒഴിച്ചിട്ടുണ്ട്. വടക്കുമാതൊക്കെ വടക്കുമാതൊക്കെ കർമ്മത്തിലുള്ള കല്ലിട്ടുണ്ട്. ആവുതുമ്മലും കരിവേല ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, എന്താ കാരണം എന്നൊന്നും അറിയില്ല. ഈ കരിവേല വെച്ച കുപ്പിയാണെങ്കിൽ അവിടെ പുറത്ത് മതിലിന് പുറത്ത് ഇരിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾക്കൂടെ നല്ല രീതിയിൽ ഈ എല്ലാ വണ്ടിക്കോളും എല്ലാം നല്ല രീതിയിൽ പുറത്തുനിന്നുള്ള സഹായം എല്ലാവരും സഹായ സാധനങ്ങൾ നടന്നു പോണ ക്ഷേത്രമാണ്. പക്ഷേ ഇതിവിടെ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം ഇവിടെ സംഭവിച്ചു. കരിവേല് കൊണ്ടൊഴിക്കുക, അതിങ്ങനെ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ക്ഷേത്രത്തിന് പുറത്ത് കരിയോയിൽ കൊണ്ടുവന്ന കുപ്പിയും ഉപേക്ഷിച്ച നിലയിൽ കാണപ്പെട്ടു. ദിവസങ്ങൾക്ക് മുമ്പ് കാരമുക്ക് പൂത്തൃക്കോവ് ക്ഷേത്രത്തിലും സമാന സംഭവം നടന്നിരുന്നു. കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പോലീസിൽ പരാതിപ്പെട്ടു. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി. വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായി ഏപ്രിൽ 26-ന് തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന മെഗാ ജോബ് ഫെയറിലേക്ക് പങ്കെടുപ്പിക്കാൻ താനീം പഞ്ചായത്ത് ഹാളിൽ രജിസ്ട്രേഷൻ ക്യാമ്പ് നടത്തി. താനീം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ജനകീയ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. രജിസ്ട്രേഷനൊക്കെ തുടങ്ങി. നമ്മുടെ പഞ്ചായത്തിൽ ഒരു 1340ഓളം ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. സമൂഹത്തിൽ ഒരു ഏപ്രിൽ 26-ാം തീയതി തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലും നടക്കുന്ന ഇൻ്റർവ്യൂകളിൽ എല്ലാവരും പങ്കെടുത്ത് രജിസ്ട്രേഷൻ ചെയ്ത എല്ലാവരും പങ്കെടുത്ത് ജോലി സാധ്യത ഉറപ്പാക്കേണ്ടതായ ഒരു ആവശ്യം തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിൽ. പല ആളുകളും ജോലിയില്ലാതെ കുറേയേറെ കോഴ്സുകളൊക്കെ പഠിച്ച് ഡിഗ്രിയൊക്കെ എടുത്ത് വീടുകളിലിരിക്കുന്ന പല യുവാക്കളൊക്കെ ഉണ്ട്.
അവർക്കൊക്കെ ഉള്ളൊരു നല്ലൊരു ചാൻസാണ് ഇന്നത്തെ ഈ വിജ്ഞാന കേരളത്തിലെ തൊഴിലവസരങ്ങൾക്ക് വേണ്ടി രജിസ്ട്രേഷൻ നടക്കുന്നത്. വൈസ് പ്രസിഡന്റ് OS അഷ്റഫ് അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുജോ പുലിക്കോട്ടിൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, മെമ്പർമാരായ രഹന പ്രജു, പ്രിജിഷ രതീഷ്, ആൻഡോ തൊറയൻ, സെക്രട്ടറി സുനിത എന്നിവർ സംസാരിച്ചു. ബാലസംഘം വേനൽ തുമ്പികൾക്ക് താന്യം വടക്കിലെ 1ാം ഘട്ട സ്വീകരണം മുറ്റിച്ചൂർ കൊച്ചത്ത് അമ്പല പരിസരത്ത് വെച്ച് നൽകി. ബാലസംഘം 8 യൂണിറ്റുകളിൽ നിന്നുള്ള കുട്ടികളുടെ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. ബാലസംഘം വാളമുക്ക് യൂണിറ്റിലെ കൂട്ടുകാർ പാഴ്വസ്തുക്കൾ വാദ്യോപകരണങ്ങളാക്കി താളമേളത്തോടെ ആവേശകരമായി വേനൽത്തുമ്പി കലാജാതാംഗങ്ങളെ സ്വീകരിക്കുകയുണ്ടായി. തുടർന്ന് വേനൽത്തുമ്പി കൂട്ടുകാർ അവതരിപ്പിച്ച സംഗീത ശില്പങ്ങളും ലഘുനാടകങ്ങളും ഉണ്ടായിരുന്നു. വേദിയിൽ വെച്ച് തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നടന്ന കേരള ഓപ്പൺ കരാട്ടെ മത്സരത്തിൽ കത്ത വിഭാഗത്തിലും കുമിത്തെ വിഭാഗത്തിലും സിൽവർ മെഡൽ നേടിയ ലിയ തൻവിനെ CP ജോസ് ട്രോഫി നൽകി ആദരിച്ചു. NA പീതാംബരൻ, KV ഭക്തവത്സലൻ, VK സന്തോഷ്, പ്രജിഷ രതീഷ്, സുജിത, KS ഷിബു, KC മനോമോഹൻ, PS സുനിൽകുമാർ, തങ്കമണി ശശിധരൻ, സോമൻ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. ബിഗ് അക്ഷയ തൃതീയ ഓഫർ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃപ്രയാറിൽ. അക്ഷയ തൃതീയയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ സ്വർണ്ണ കോയിൻ, സിൽവർ കോയിൻ, പട്ടുസാരി തുടങ്ങി കൈ നിറയെ സമ്മാനങ്ങൾ. അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഗോൾഡ് റേറ്റിന്റെ 3% മാത്രം നൽകി കുറഞ്ഞ റേറ്റിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ സുവർണാവസരം. ഡയമണ്ട് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. 1 ലക്ഷത്തിലധികം ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ നീണ്ട നിര. സ്വർണ്ണാഭരണങ്ങൾ കൂടാതെ വെള്ളി ആഭരണങ്ങൾക്ക് മാത്രമായി എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃപ്രയാർ ജംഗ്ഷൻ. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614.
Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഈ അക്ഷയ തൃതീയ നാളിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം. ഏപ്രിൽ 28, 29, 30 തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ 25% ഡിസ്കൗണ്ട്. കൂടാതെ 6 മാസത്തേക്ക് മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം 0% പണിക്കൂലിയിൽ. ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാം മികച്ച ഓഫറുകളോടെ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. മതിലകം സ്പോർട്സ് അക്കാദമി വേദിയൊരുക്കുന്ന രണ്ടാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് ഏപ്രിൽ 25 മുതൽ മെയ് 1 വരെ മതിലകം സെന്റ് ജോസഫ് HSS ഗ്രൗണ്ടിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വോളിബോളിന്റെ ആവേശം ത്രസിപ്പിക്കുന്ന മേളയിൽ ഇന്ത്യയിലെ പ്രമുഖ പുരുഷ ടീമുകളായ കേരള പോലീസ്, BPCL കൊച്ചിൻ, ഇന്ത്യൻ ബാങ്ക് ചെന്നൈ, ഇൻകം ടാക്സ് ചെന്നൈ, ഇന്ത്യൻ എയർഫോഴ്സ് ഡൽഹി, ഇന്ത്യൻ കസ്റ്റംസ് കൊച്ചിൻ, വനിതാ ടീമുകളായ MS ഫൗണ്ടേഷൻ ചെന്നൈ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് KSCB തിരുവനന്തപുരം, CRPF രാജസ്ഥാൻ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നിവർ അണിനിരക്കും. 10,000-ൽ പരം വോളിബോൾ പ്രേമികൾക്ക് കളി കാണാനുള്ള വിശാലമായ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയമാണ് ഒരുക്കിയിട്ടുള്ളത്. 25-ന് വൈകിട്ട് 5:30 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ET ടൈസൺ MLA, ജനപ്രതിനിധികൾ, വോളിബോൾ താരങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. 25-ന് രാവിലെ കുട്ടികൾക്കായി വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. 12 ടീമുകൾ പങ്കെടുക്കും. 24 വൈകിട്ട് മതിലകത്തെ 4 ഇടങ്ങളിൽ നിന്നുള്ള ദീപശിഖ റാലി വോളിബോൾ ഗ്രൗണ്ടിൽ എത്തിച്ചേരുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, VK മുജീബ് റഹ്മാൻ, KY അസീസ്, PH നിയാസ്, PH അമീർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി അറിവുത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ PA ഷമീർ, സാജിദ പുതിയ വീട്ടിൽ, ഷിനി സതീഷ്, സിനിത വത്സൻ, ലൈബ്രറി കമ്മിറ്റി അംഗങ്ങളായ ജാൻസി ജേക്കബ്, KA കൊച്ചുമോൻ, സുബിൻ തുടങ്ങിയവർ സംസാരിച്ചു. റഹ്മാൻ മതിലകം ക്വിസ് പ്രോഗ്രാം നയിച്ചു. LP വിഭാഗത്തിൽ സെന്റ് ആൻസ് LP സ്കൂൾ, UP വിഭാഗത്തിൽ ഗവൺമെന്റ് മാപ്പിള സ്കൂൾ, ഹൈസ്കൂൾ വിഭാഗത്തിൽ SN വിദ്യാഭവൻ, ചേന്ദ്രാപിന്നി എന്നിവർ 1ാം സ്ഥാനം നേടി. കാര്യമാണ് നമ്മുടെ കേരളം ആർജിച്ചുള്ളത്. അതിന് നമ്മുടെ നവോത്ഥാന നായകന്മാരായിട്ടുള്ളവർ പലരും, ഞാൻ ചിലപ്പോൾ അങ്ങനെ അതിശയിച്ചു പോകാറുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ വിദ്യാഭ്യാസം തന്നെ വലിയ രീതിയിൽ എത്തിപ്പെടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പൂർവികരായിട്ടുള്ളവർ പോലും ഇത്തരം കാര്യങ്ങളിലെല്ലാം നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നാടിനെ നല്ലൊരു സംസ്കാരത്തിന് ഉടമയാക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനങ്ങളെ മുഴുവൻ കൂട്ടിച്ചേർത്തുകൊണ്ട് നല്ലൊരു. മണലൂർ തുള്ളൽ കളരിയും തൃശൂർ ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഏകദിന പൈതൃക കലാ ശില്പശാലയും രംഗാവതരണവും വ്യാഴാഴ്ച നടക്കുമെന്ന് തുള്ളൽ കളരി പ്രിൻസിപ്പൽ മണലൂർ ഗോപിനാഥ്, രക്ഷാധികാരി KJ ജാതദേവൻ നമ്പൂതിരി,
കൺവീനർ KP പ്രസീത ഗുരുവായൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് സർഗവാസനകൾ ലഭ്യമാക്കുന്നതിനും പൈതൃക കലകളെ പരിചയപ്പെടുത്തുന്നതിനും വേണ്ടി കളരിപ്പയറ്റ്, ചെണ്ട, ഓട്ടൻതുള്ളൽ എന്നീ പൈതൃക കലകളിൽ പഠനവും പരിശീലനവും നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3 മണി വരെ മണലൂർ തുള്ളൽ കളരിയിൽ നടക്കുന്ന ശില്പശാല സായി സഞ്ജീവിനി ട്രസ്റ്റ് ചെയർമാൻ സ്വാമി A. ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്യും. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷനാകും. IGNCA റീജിയൻ ഡയറക്ടർ ഡോക്ടർ K. രാജശേഖരൻ മുഖ്യ അതിഥിയാകും. മണലൂർ പഞ്ചായത്ത് മെമ്പർ രാകേഷ് കണിയാമറമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തും. ചെണ്ട അധ്യാപകൻ ഇരിങ്ങാപ്പുറം ബാബു ചെണ്ടയിൽ പരിശീലനം നൽകും. ചെണ്ട അധ്യാപകൻ സുമേഷ് ബ്രഹ്മകുളം പഞ്ചാരിമേളം അവതരിപ്പിക്കും. പ്രിൻസിപ്പാൾ മണലൂർ ഗോപിനാഥ് ഓട്ടംതുള്ളലിൽ പരിശീലനം നൽകും. ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സ് എന്ന് പറയുന്ന കേന്ദ്ര സാംസ്കാരിക വകുപ്പും സംയുക്തമായി മണലൂർ തുള്ളൽ കളരിയിൽ വെച്ച് 24-ാം തീയതി രാവിലെ 10 മണിക്ക് പൈതൃക കലകളുടെ ഒരു സമന്വയമാണ്. പൈതൃക കലകളെ പുതിയ തലമുറയെ പരിചയപ്പെടുത്തുന്നതിനും പൈതൃക കലകൾ പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു 1 ഡേ വർക്ക്ഷോപ്പ്, അതോടുകൂടി തന്നെ ഒരു പ്രദർശനവും അവതരണവും ഒക്കെയാണ് നാളെ 24-ാം തീയതി മണലൂർ തുള്ളൽ കളരി ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. തൃപ്രയാർ ബോട്ടുകടവ് ചക്കമ്പി ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും തോറ്റമ്പാട്ട് ഉത്സവവും ആഘോഷിച്ചു. തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, നാഗങ്ങൾക്ക് പാലും നൂറും കൊടുക്കൽ, മുത്തപ്പന് കളം, വിഷ്ണുമായ സ്വാമി കളം എന്നിവയും ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച ഹനുമാൻ സ്വാമിക്ക് രൂപക്കളം, മഹാഗുരുതി, പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. പഴങ്ങാപ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ടാസ്ക് തളിക്കുളം സംഘടിപ്പിച്ച 6ാമത് ചെക്കു മെമ്മോറിയൽ അഖില കേരള ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ കാളിദാസ തളിക്കുളം വിജയികളായി. ഫൈനൽ മത്സരത്തിൽ 1-നെതിരെ 5 ഗോളുകൾക്കാണ് ഓർബിറ്റ് ടീം ഓഫ് പഞ്ചവടിയെ തോൽപ്പിച്ചത്. ടൂർണമെൻറ്റിലെ മികച്ച താരമായി കാളിദാസയിലെ അക്ഷയും, മികച്ച ഡിഫൻഡറായി കാളിദാസയുടെ വിദേശ താരം തിമോത്തിയെയും, മികച്ച ഗോൾ കീപ്പറായി ഗ്രാമവേദിയിലെ ചിക്കുവിനെയും തിരഞ്ഞെടുത്തു. അതോടൊപ്പം നടന്ന സുദീപ് സിംഗ് മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ വാടാനപ്പള്ളി BY11s ചാമ്പ്യന്മാരായി. ഫൈനലിൽ തൃശൂർ സ്കില്ലേഴ്സ് FCയെ ആണ് തോൽപ്പിച്ചത്. വിജയികൾക്ക് മുൻ സന്തോഷ് ട്രോഫി താരം സുർജിത്ത് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ ടാസ്ക് ക്ലബ് ഭാരവാഹികളായ ഷഗിൽ സോമൻ, പ്രണവ് IP, സന്ദീപ് സോമൻ, TN സുനിൽ, പ്രണവ് KB, ഫസൽ, പ്രണവ് OA, കിരൺ PS എന്നിവർ സംസാരിച്ചു. അരുതാത്ത ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന സന്ദേശവുമായി കിഴിപ്പിളിക്കര ആന്ത്രപ്പോവ് സോക്കേഴ്സ് അഖില കേരള സൂപ്പർ 6 ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നു. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കിഴിപ്പിളിക്കര നളന്ദ സ്കൂൾ ഗ്രൗണ്ടിൽ വൈകിട്ട് 6 മുതൽ ടൂർണമെൻറ്റ് നടക്കും. അന്തിക്കാട് SHO AS സരിൻ ഉദ്ഘാടനം ചെയ്യും. ക്ലബിൻ്റെ 41ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായാണ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വിജയികൾക്ക് മാസ് ഹെർബൽസ് വിന്നേഴ്സ് ട്രോഫിയും, എസ്റ്റോഫ ഇവൻറ്റ്സ് ആൻഡ് കാറ്ററേഴ്സ് റണ്ണേഴ്സ് ട്രോഫിയും, ആന്ത്രപ്പോവ് സോക്കേഴ്സ് ക്യാഷ് അവാർഡും നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിങ്ങോട്ടുകരയിൽ കോഴിക്കടയുടെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ ഉമ്മയെയും മകനെയും പോലീസ് പിടികൂടി. കയ്പമംഗലം അറവുശാലയിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ഇലക്ട്രിസിറ്റി പോസ്റ്റുകളും ട്രാൻസ്ഫോമറുകളും ഇടിച്ചു തകർത്തു. കണ്ടച്ചങ്കടവ് വെണ്ണക്കൽ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ മോഷണ ശ്രമം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.